ഇന്ത്യ മുന്നണി പിരിച്ചുവിടൂ, നിങ്ങൾ തമ്മിലടിച്ച് തീർന്നോളൂ എന്നാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത്. ഒമർ അബ്ദുള്ള നല്ല കുത്തല്ലേ കുത്തിയത്. ഒമർ അബ്ദുള്ളക്ക് ഒരു വാള് കൊടുത്താൽ അദ്ദേഹം വെട്ടി ഇവരെ ശരിപ്പെടുത്തുമായിരുന്നു. കാരണം കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തമ്മിലടിക്കുകയും അധികാരത്തിന് വേണ്ടിയിട്ട് വെട്ടിക്കീറുകയും ചെയ്യുന്ന ആളുകൾ തമ്മിൽ ഉള്ള ഒരു ഐക്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് ഒരു രാഷ്ട്രീയ ഐക്യമല്ല. അത് ജനങ്ങൾ തിരിച്ചറിയുകയും ജനങ്ങൾ അതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു അത്. അവർ ആ ചോദ്യം ചോദിച്ചിരുന്നു, എന്തിനാണ് നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നത് എന്ന്. അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. അത് കൊള്ളാം, അത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചൊറിഞ്ഞ് ആസ്വദിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ അത് അവതരിപ്പിക്കാൻ കൊള്ളുന്ന കാര്യമല്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയ ഒരു ഐക്യ മുന്നണിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ആദ്യം സംസാരിച്ച സമയത്ത് ആളുകൾ ആദ്യം കരുതിയത് ശരിയായ ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ടത് മാറും എന്നുള്ളതാണ്. എങ്കിലും ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചിട്ടുള്ളവർക്കും രാഹുൽ ഗാന്ധിയെ അറിയാവുന്നവർക്കും കോൺഗ്രസിനെ അറിയാവുന്നവർക്കും അതിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റെല്ലാ പാർട്ടികളെ അറിയാവുന്നവർക്കും അറിയാം ഇതൊരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഇവന്മാരൊരിക്കലും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഒരിടത്തും ഇറങ്ങി നടക്കാൻ പാടില്ല, ആളുകൾ അടിച്ച് ഇവരുടെ കാലൊടിക്കും എന്നുള്ളത്. അതിന് ഏറ്റവും നല്ല തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടിട്ടാണ് ഒമർ അബ്ദുള്ളക്ക് ഇതിനേക്കാൾ നല്ലത് BJP-യിൽ പോയി നേരെ ചേരുന്നതായിരിക്കുന്നല്ലേ. കാരണം ഇതിനേക്കാൾ കൂടുതൽ സുരക്ഷിതമാണത്. കാരണം എന്ന് വെച്ചാൽ BJP-യുടെ കൂടെ നിന്നാൽ അവർ ഒമർ അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അതുപോലെ കൂടെയുള്ളവരെയൊക്കെ സംരക്ഷിക്കാൻ സാധ്യത കൂടുതലാണ് എന്നിവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൊള്ളാം. അത് എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? അത് പരിഗണിക്കുന്നതിന് ഒരേ ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ. അതായത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിൽ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വളരെ കൂടുതലാണ്. അത് ജനാധിപത്യ സംവിധാനത്തിന് അകത്തുള്ളൊരു സാധനം. അപ്പോൾ ഓരോ ഇഷ്യൂസും ഉയർന്നു വരുന്ന സമയത്ത് ആ ഇഷ്യൂസിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ശബ്ദമായി മാറാൻ വേണ്ടി ഒരു മുന്നണി ഉണ്ടാവുന്നത് നല്ലതാണ്. അവരൊരു കാരണവശാലും ഒരുമിച്ച് ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്താം, ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ ആളുകൾ കവളം മടൽ വെട്ടി ഇവരെ തല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അത് ഒട്ടും മറച്ചു വെക്കാതെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ ഒമർ അബ്ദുള്ള പ്രഖ്യാപിച്ചു, നിങ്ങളിത് പിരിച്ചുവിടും, ഇതിൻ്റെ കൂടെയുള്ള ആളുകളെ നാണം കെടുത്തല്ലേ എന്നാണ് കോൺഗ്രസിനോടും അതേപോലെ തന്നെ ആപ്പിനോടും പറയുന്നത്. അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അതുവരെ ഇന്ത്യ മുന്നണിയുടെ യോഗം വരുന്നു, ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ ചേരുന്നു. ആദ്യം നിതീഷ് കുമാറായിരുന്നു, പിന്നെ നിതീഷ് കുമാർ BJP സഖ്യത്തിലിട്ട് പോയി. പക്ഷെ അതിനുശേഷം മമതാ ബാനർജി ഉൾപ്പെടെ പല രാഷ്ട്രീയ നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി നയിക്കരുത് എന്ന് പറയുന്നു. മമത പറയാതെ പറയുന്നത് ഞാൻ തന്നെ പ്രധാനമന്ത്രി ആയിക്കോളാം, എന്നെ മുന്നിൽ നിർത്തൂ എന്ന് പല പാർട്ടികളെ കൊണ്ട് പറയിക്കുന്നു. അതിനിപ്പുറത്തേക്ക് സ്റ്റാലിനെ മുന്നിൽ നിർത്താൻ വേണ്ടി ചില അഭിപ്രായങ്ങൾ തമിഴ്നാട്ടിൽ വരുന്നു. പക്ഷേ CPM എന്തോ പിണറായിയെ മുന്നിൽ നിർത്തുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും എന്താണ് അവരവർ പ്രധാനമന്ത്രി ആവണമെന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഈ ഒരു ഐക്യമില്ലായ്മ ഒന്ന്. രണ്ടാമത്തത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ്, ആ കോൺഗ്രസ് നേതാവിന് യാതൊരു വിധത്തിലും ഇവരെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാനോ ഇവരെ നയിക്കാനോ ഇവരെ ഒരു ആജ്ഞാശക്തിയാൽ നിയന്ത്രിച്ച് നിർത്താനോ ഒന്നും കഴിയില്ല എന്നുള്ളതും ഈ നേതാക്കന്മാർക്കൊക്കെ അധികാരമല്ലാതെ BJP-യെ നേരിടുക എന്നുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു നിലപാടിൻ്റെ ഒന്നും അല്ല രാഷ്ട്രീയം എന്നുള്ളത് കൂടി തെളിയിക്കുകയല്ലേ ഇവിടെ. അല്ല, BJP ഉയർത്തുന്ന രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയത്തിന് ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒന്നല്ല ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിന് തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രതിഭാസമാണ് എന്നും അത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബദൽ രാഷ്ട്രീയമാണ്
എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഈ സ്നേഹക്കടയൊക്കെ തുറന്നിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നത്. ഇത് സ്നേഹക്കട ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ സ്നേഹക്കടക്ക് അകത്ത് കത്തിക്കുത്തി നടക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പോൾ എങ്ങനെയാണ് ഇവരെ പിന്നെ ജനങ്ങൾ വിശ്വസിക്കുക? ഒരു കാലത്ത് ഇവർ വിശ്വസിക്കില്ല. ഈ ഒറ്റ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മുന്നണിയുടെ പ്രസക്തി തന്നെ രാജ്യത്തുനിന്ന് അപ്രസക്തമായിരിക്കും. CPM നേരത്തെ തന്നെ ഇതിനകത്തുനിന്ന് മാറിക്കളിക്കുകയായിരുന്നു. അതായത് ഇന്ത്യ മുന്നണിയൊക്കെ വേണം, പക്ഷെ ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പല സമയത്തും അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മുന്നണിയുമായിട്ടും നിന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് NDA എന്ന് പറയുന്ന രീതിയിൽ അവർ അധികാരമുള്ളതിൻ്റെ പേരിൽ അവരുടെ കൂടെ നിൽക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി എന്ന് പറഞ്ഞൊരു സംഭവം നിലനിൽക്കുന്നു. ഇതൊക്കെ ഈ രാഷ്ട്രീയം കൃത്യമായിട്ട് പങ്കുവെക്കുന്നതിന് കഴിയുന്നൊരു സംവിധാനം എന്ന നിലക്കാണ് അത് പ്രസക്തമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന പോലെ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡൽഹിയിൽ ആപ്പിന് താഴെ ഇറക്കുക എന്നുള്ളത് BJP-നേക്കാൾ വലിയ ആഗ്രഹം കോൺഗ്രസിൻ്റേതാണ്. അതെ അതെ. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഇവർ തമ്മിൽ എന്ത് ബന്ധമാണ് ഇതിൻ്റെ അകത്തുള്ളത്? അതാണ് ഒരു പ്രശ്നം. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് എന്താണ് പാർത്ഥൻ സൂചിപ്പിച്ചതുപോലെ ഇവരെല്ലാം എല്ലാ ദിവസവും കാലത്ത് വന്ന് ചെണ്ട കൊട്ടുമായിരുന്നു. ആ ചെണ്ട കൊട്ടിയിരുന്നതിൽ അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഞങ്ങളാണ് ഇതിൻ്റെ നേതൃത്വം എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ വെച്ചിട്ടൊന്നും ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാനാവില്ല. നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കാം എന്നെല്ലാവരും കൂടി പറഞ്ഞിരുന്ന അദ്ദേഹം നിന്നേനെ. അതാണ് ഇതിൻ്റെ ബേസിക് പൊളിറ്റിക്സ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളെ പ്രധാനമന്ത്രിയാക്കും എന്ന് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അവർ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കും. എന്ന് വെച്ചാൽ അധികാരം വാഗ്ദാനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു വാഗ്ദാന കടയെ ഈ മുന്നണി മാറിയാൽ മാത്രമാണ് അതിനെ നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അവർ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രീയം പരിഗണിക്കുന്നവർക്ക് അറിയാം ഇതൊരു കാരണവശാലും ശരിയാവാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ മാഷ് പറഞ്ഞതുപോലെ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുണ്ട്. ഇടതുപക്ഷ മുന്നണിയെ പക്ഷേ ശക്തമായി നിയന്ത്രിക്കാൻ, ലീഡ് ചെയ്യാൻ CPM എന്ന് പറയുന്ന കരുത്തരായൊരു പാർട്ടിയുണ്ട്. അവർ ഒരു വലിയേട്ടർ നയമെന്നൊക്കെ പറഞ്ഞാൽ പോലും ആജ്ഞാശക്തിയുണ്ട്. നിൽപ്പിക്കാൻ അറിയാം. എവിടെയായാലും അവിടെ നിൽക്കാം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന കേന്ദ്രത്തിൽ BJP ഉണ്ട്, NDA ഉണ്ട്. NDAയിലെ പല പാർട്ടികൾക്കും BJP സ്ട്രോങ് ആയിട്ട് അവരെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞാൽ അവർ നിൽക്കുന്ന പാർട്ടികളാണ്. മാത്രമല്ല അവരെ പരിഗണിക്കും. ഇടതുപക്ഷമായാലും CPM ആയാലും BJP ആയാലും അവർക്ക് വേണ്ട പരിഗണന കൊടുത്ത് അവരോടൊപ്പം നിൽക്കുകയും, എന്നാൽ ആജ്ഞാശക്തി എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ പുറത്ത് നിർത്തേണ്ടിടത്ത് നിർത്താനും ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. അങ്ങനെ ഒരു ലീഡിംഗ് പൊളിറ്റിക്കൽ പാർട്ടി ഉള്ളിടത്ത് മാത്രമല്ല ഈ മുന്നണി സംവിധാനം വിജയിക്കുകയുള്ളൂ. അതെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാവരും ഒരുമിച്ച് ചേർത്ത് നിർത്താനായിട്ട് കഴിയുന്ന ഒരു ആജ്ഞാശക്തി അതുണ്ടെങ്കിൽ ഒരു മുന്നണി സംവിധാനം എന്ന് പറയുന്നത് പോസിബിളാണ് എന്ന് തെളിയിച്ച രണ്ട് മുന്നണികളാണ്. ഒന്ന് NDAയും മറ്റൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമ്മുടെ മുന്നിൽ ഇപ്പോൾ പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ അങ്ങനെ ഒരു മുന്നണി ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിൽ ഇത് നയിക്കേണ്ട ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. കാരണം കോൺഗ്രസിന് ഇന്ത്യയിൽ എല്ലായിടത്തും ബൂത്തുകൾ ഉണ്ട്, അവർക്ക് പ്രവർത്തകരുണ്ട്, അവർക്ക് സംവിധാനമുണ്ട്, അവർക്ക് സാന്നിധ്യമുണ്ട്. കാരണം ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ ബാക്കിപത്രം എന്ന നിലയ്ക്ക് അത് നിലനിൽക്കുന്നുണ്ട്. അവരാണ് ചെയ്യേണ്ടത്. പക്ഷെ അവർക്ക് അതിന് ആവശ്യമുള്ളതായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ കപ്പാസിറ്റിയുള്ള ലീഡറില്ല എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം. അവർക്ക് അവരാകെ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ ഈ ഗാന്ധി കുടുംബം മാത്രം, അതായത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പിന്നെ എന്ത് ഗാന്ധി, ഇതാണ് അവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. ഇവർ മൂന്നുപേരും കൂടി ഇരുന്ന് തീരുമാനിക്കുന്ന ഒരു അടുക്കള രാഷ്ട്രീയം. ആ അടുക്കള രാഷ്ട്രീയത്തിനൊന്നും ഇന്ത്യയെ പോലെയുള്ളതായിട്ടുള്ള ഒരു രാജ്യത്തെ നയിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അത് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും BJPക്ക് ബദലായിട്ട് അല്ലെങ്കിൽ NDAക്ക് ബദലായിട്ട് ഒരു മുന്നണി ഉണ്ടാക്കാനുള്ള ശേഷി രാഹുൽ ഗാന്ധിക്ക് ഇല്ല. ഇനി ആരെങ്കിലും ജനിക്കണം അതിന്, അതൊരു കാത്തിരിക്കാം. തീർച്ചയായിട്ടും.